നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും അപകടകരമായ ഒരു സ്ഥലത്ത് രോഹിത് ഇതുപോലൊരു സാഹസത്തിന് മുതിർന്നത് എന്തുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യം. സാർ എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? ഉയരമുള്ള സ്ഥലങ്ങള് പേടിയാ എന്റെ മോന്. ഒരു മരം കയറാനോ തട്ടുമ്പുറത്തേക്കുള്ള ഗോഡ് കയറാനോ പേടിയാ. അല്പം കൂടുതൽ ആഴമുള്ള പുഴയിലോ ആറ്റിലോ ഇറങ്ങാൻ പോലും എന്റെ മോന് പേടിയാ. അങ്ങനെയുള്ള അവൻ സൂയിസൈഡ് പോയിന്റിലേക്ക് ഒരു പേടിയില്ലാതെ നടന്നു കയറി ചെന്ന് തഴക്കി ചടിയെന്നാണോ സാറ് പറയുന്നത്? മാഡം, അത്രയും ഉയരമുള്ളൊരു സ്ഥലത്തേക്ക് ഒരാളെ ഒരിക്കലും ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവളെന്തെങ്കിലും ചക്കരവാക്ക് പറഞ്ഞ് മയക്ക് കൂട്ടിക്കൊണ്ടു പോയതായിരിക്കും സാറേ. അല്ലാതെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കയറി പോകില്ല സാറേ. ഇവള് മര്യാദക്ക് ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് സ്വരുമേ പോവാൻ എന്റെ മോനോട് ഞാനാ പറഞ്ഞത്. അതെന്റെ തെറ്റാ. രോഹിത്തും വൈഫും തമ്മിൽ സ്വരച്ചേർച്ചക്കുറവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനൊന്നും ഇല്ലായിരുന്നു സാറേ. കീരിയും പാമ്പ് പോലെയായിരുന്നു രണ്ടുപേരും. ഒരു ദിവസം പോലും സമാധാനമായിട്ട് ജീവിച്ചിട്ടില്ല. വീട്ടുകാര് ആലോചിച്ച് തീരുമാനിച്ച കല്യാണം തന്നെയല്ലേ ഇത്? അതെ സാറേ, പക്ഷേ അതിനു മുമ്പേ ഇവര് തമ്മിൽ പ്രേമത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? കഷ്ടിച്ച് 2 മാസേ ആയിട്ടുള്ളൂ സാറേ. പ്രേമിച്ച് വിവാഹം കഴിച്ച രണ്ടുപേർ ഇത്ര പെട്ടെന്ന് അഭിപ്രായ ഭിന്നത വരാനുള്ള കാരണം എന്താ? കല്യാണം കഴിക്കേണ്ടി വന്നെങ്കിലും എന്റെ മോനെ ഇവൾക്ക് ഇഷ്ടമല്ലായിരുന്നു സാറേ. പണി പാളുകയാണല്ലോ. ഇവരെല്ലാം പറഞ്ഞ സംഗതി എന്റെ കയ്യിൽ നിന്ന് പോവും. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി വ്യക്തമായി പറയണം. പറയുന്ന കൂട്ടത്തിൽ ഒന്നും വിട്ടുപോകരുത്. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഈ കേസിന് സഹായകരമാകും. ഞാൻ എല്ലാം പറയാം സാറേ. തുടക്കത്തിൽ ഇവൾ എന്റെ മോന്റെ പിന്നാലെ നടന്നതാ. പിന്നെ അവനെ ചതിച്ചിട്ട് പോയി. നിശ്ചയം മുടങ്ങിയ അപമാനത്തില് അവന്റെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചു സാറേ. പിന്നെ അത് നടന്ന് അവൻ ഇവളെ കണ്ടുപിടിച്ചു. എന്നിട്ടും ഇവള് പിടിതരാതെയാ നടന്നത്. ഗതികേട് കൊണ്ട് ഇവക്ക് താലിക്ക് തല നീട്ടിക്കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് ഇവളീ വീട്ടിൽ കാണിച്ചു കൂട്ടിയ അട്ടഹാസങ്ങള്, അതിൽ പലതും ഈ കോളനിക്കാർക്ക് പോയി അറിയാം സാറേ. അവരാരും പറയണ്ട, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. കൊളമായല്ലോ. ഞാൻ പറയാം സാറേ. നോട്ട് ചെയ്തോണേ മുഴുവനും. ഇനി അതേ ഒരു വഴി. സാറേ, ഇവളെ പറ്റി ഞാൻ ആദ്യം കേൾക്കുന്നത്. എനിക്കിനി ജീവിക്കണ്ട. എനിക്ക് ചാവണം. കളഞ്ഞോ, നീ അത് കളഞ്ഞോ. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ചാവും, അത് ഉറപ്പാ. മകൻ നഷ്ടപ്പെട്ട വേദനയിലും സങ്കടത്തിലും നിൽക്കുവാ ഞാൻ. അതിനിടെ ഇതുപോലെ നട്ടാ കുരുക്കാത്ത കള്ളം കേട്ട ഞാൻ കടുകൈ വല്ലതും ചെയ്തു പോകും. കൊണ്ടുപോ സാറേ ഈ അസത്തിനെ എന്റെ മുമ്പിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ ശാലിനി എന്നെ ഇവിടേക്ക് കൊണ്ടുവരണ്ടെന്ന്. ഇവളിതെപ്പോഴാ പറഞ്ഞേ? ഈ സിറ്റുവേഷനിൽ കുട്ടി ഇവിടെ നിൽക്കണ്ട.
മറ്റെവിടേക്കെങ്കിലും മാറി നിൽക്ക്. സ്വന്തം വീട്ടിലേക്കോ മറ്റോ. സാർ, ഞാൻ ഭാമേന്റെ വീട്ടിൽ പൊക്കോളാം സാർ. പരാതി നൽകിയിരിക്കുന്ന വിഷ്ണുവിന്റെ അമ്മയാണ് സർ. ഓ, അവരുടെ മകൾ പ്രീതിയുടെ ദോഷപരിഹാര പൂജയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ട്രിപ്പ്. ഭാമേന്റെ എല്ലാം അറിയാം സാർ. ഇവര് പറയുന്നത് മാത്രം കേൾക്കാതെ സാർ ഭാമേന്റെ മൊഴി കൂടെ എടുക്കണം. എന്റെയും രോഹിത്തിന്റെയും കല്യാണം നടത്തി തന്നത് തന്നെ ഭാമേന്റെ. എല്ലാവരുടെയും മൊഴികളെടുത്തേ അന്വേഷണം മുന്നോട്ട് പോകും. ഈ പറഞ്ഞ സത്യഭാമ സർ. ആ, അവിടേക്കും വരുന്നുണ്ട് മൊഴിയെടുക്കാൻ. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ആ, ഇതിനിടെ രണ്ടു ഭാഗത്തുനിന്നും കൂടുതൽ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഉണ്ടാവില്ല സർ. ആന്റി, വേണ്ട പ്ലീസ്. മോളെ, എന്റെ മോനെ. ആന്റി, രോഹിത്തിനെ നമുക്ക് കണ്ടുപിടിക്കാം. വിഷ്ണുവേട്ടൻ അവിടെ തന്നെ ഉണ്ട്. ശാലിനി, എന്റെ മോൻ. എന്റെ മോനെ. ആന്റി, ഞങ്ങള് ഇറങ്ങിക്കോട്ടെ. എത്രയും പെട്ടെന്ന് നീ ഇവിടെ എന്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോക്കോ. പിടി വിട്ട് നിൽക്കുവാ ഞാൻ. എടീ, ആന്റി, പോടി എന്റെ വീട്ടിൽ നിന്ന്. ശാലിനി, എന്റെ മോൻ. എന്റെ മോനെ. ശാലിനി, ആന്റി, എന്റെ മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.